വെറുമൊരു സെഞ്ചുറി നേട്ടം എന്നത് മാത്രമായി നമുക്ക് സഞ്ജുവിൻ്റെ ഇന്നലത്തെ ഇന്നിങ്സിനെ പറഞ്ഞു പോകാൻ കഴിയില്ല. ആ ഒരു സെഞ്ചുറി കൊണ്ട് ഏതെല്ലാം രീതിയിൽ ഒരു ടീമിൻ്റെ വിജയത്തെ സഞ്ജു സ്വാധീനിച്ചു എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായി പോകുന്നത്. ആദ്യമായി പറയട്ടെ, വിക്കറ്റുകൾ ഒരു വശത്ത് നിരന്തരമായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാമ്പ് ചിന്തിച്ചിട്ടുണ്ടാകും പ്രശാന്ത് വീറിനെ ഒരു ഇമ്പാക്റ്റായി ഇറക്കേണ്ടി വരുമോ എന്നുള്ളത്. അതേ സ്ഥാനത്ത് സഞ്ജു സ്റ്റാൻഡായി അത്തരത്തിലുള്ളൊരു ബിഗ് ഇന്നിങ്സ് കളിച്ച് അവസാനം വരെ നിന്നതുകൊണ്ട് മാത്രമാണ് ഇടയ്ക്ക് പ്രശാന്ത് വീർ എന്ന ഒരു താരത്തിനെ ഒരു ഇമ്പാക്റ്റ് പ്ലെയറായി കൊണ്ടുവരാതെ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞത്. പ്രശാന്ത് വീർ ഇമ്പാക്റ്റ് പ്ലെയറായി വരാത്തത് കൊണ്ട് മാത്രമാണ് അഖിൽ ഹുസൈൻ എന്ന താരത്തിനെ രണ്ടാം ഇന്നിങ്സിൽ ഒരു ബോളറായി ഇമ്പാക്റ്റ് പ്ലെയറായി കൊണ്ടുവരാൻ കഴിഞ്ഞത്. അഖിൽ ഹുസൈൻ എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് രണ്ടാം ഇന്നിങ്സിൽ കൊണ്ടുവന്നത് നമ്മൾ കണ്ടു. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റാണ്. സോ ന്യൂ ബോളിൽ അദ്ദേഹത്തിനെ എറിയിക്കാൻ ഋതുരാജ് ഗായക്വാഡ് ആദ്യ ഓവറിൽ തന്നെ കാണിച്ച മനസ്സിനെയും തീർച്ചയായും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഒബ്വിയസ്ലി മുകേഷ് ചൗധരി. സോ സഞ്ജു സ്വാധീനിച്ച ഏറ്റവും വലിയൊരു മേഖലയാണ് അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡിങ് റോൾ ഇന്നിങ്സ്. അതിലൂടെ ഒരു ഇമ്പാക്റ്റ് പ്ലെയറെ, ഒരു ബാറ്ററെ അവിടെ ഹോൾഡ് ചെയ്യുന്നു, ഒരു ബോളറെ ഇറക്കാൻ കഴിയുന്നു, ആ ബോളർ ശരിക്കും ഇമ്പാക്റ്റ് കൊണ്ടുവരികയും ചെയ്തു. സോ ഇതാണ് ഒരു ടീമിനെ മൊത്തത്തിൽ വിജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു താരം തന്നെയാണ് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ബ്രില്യൻ മാൻ.